ദീർഘദൂര ഓട്ടോക്കാരനായ ബാഹുലേനെ ഓർമ്മയില്ലേ? ബാഹുലേനെ പറ്റിയുള്ള വാർത്തകളൊക്കെ എപ്പോഴും വാർത്തകളിൽ വരാറുണ്ട്. ബാഹുലേനെ പറ്റി നമ്മൾ പലതവണ റിപ്പോർട്ടുകൾ കണ്ടിട്ടുണ്ട്. കേരളത്തിന്റെ തെക്കേ അറ്റത്ത് നിന്ന് വടക്കേ അറ്റം വരെയുള്ള ദൂരം ഓടി തീർക്കാൻ ബാഹുലേന് ഒട്ടും ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. അത് ബാഹുലേന് ഒരു സ്വന്തം സന്തോഷമായിട്ടാണ് കണ്ടിട്ടുള്ളത്. പക്ഷേ സ്പോർട്സ് കൗൺസിൽ നൽകിയ വാക്ക് 10 വർഷം കഴിഞ്ഞിട്ടും പാലിക്കാതെ ആയതോടെ ഇപ്പോഴും ഒരു സ്ഥിര ജോലി എന്ന ആഗ്രഹം എത്രയോ ദൂരെയാണ്. കായിക താരം എന്ന നിലയിൽ ആ സ്ഥിര ജോലി ലഭിക്കാൻ ഇനി എത്ര ദൂരം താണ്ടണമെന്ന് അദ്ദേഹത്തിനും നിശ്ചയമില്ല. സ്പോർട്സ് കൗൺസിലിന് കീഴിൽ പ്രവർത്തിക്കുന്ന ആറ്റിങ്ങൽ ശ്രീപാദം സ്റ്റേഡിയത്തിലെ സുരക്ഷാ വിഭാഗത്തിലെ താൽക്കാലിക ജീവനക്കാരനാണ് ഇപ്പോൾ ബാഹുലേയൻ. നെയ്യാറ്റിങ്കര ധനുവച്ചപുരം വൈദ്യൻ വിളാക്കത്ത് മേലേത്തട്ട് പുത്തൻ വീട്ടിൽ ബാഹുലേയൻ 1998 നടന്ന സംസ്ഥാന അമേച്ചർ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ 15,000 മീറ്റർ ഓട്ടത്തിൽ 1ാം സ്ഥാനവും 5,000 മീറ്ററിൽ 2ാം സ്ഥാനവും നേടിയാണ് കായിക രംഗത്തേക്ക് ഓടിക്കയറിയത്. ദേശീയ മാരത്തോണിൽ കേരളത്തെ പ്രതിനിധീകരിച്ച് 3 തവണ പങ്കെടുത്തു. ഒരു പ്രാവശ്യം 2ാം സ്ഥാനവും മറ്റൊരു തവണ 6ാം സ്ഥാനവും കരസ്ഥമാക്കി. 2007 തിരുവനന്തപുരത്ത് നടന്ന അമേച്ചർ അത്ലറ്റിക് മീറ്റിൽ 800 മീറ്റർ, 1500 മീറ്റർ, 5000 മീറ്റർ മത്സരങ്ങളിൽ 1ാം സ്ഥാനം നേടി. ധനവച്ചുപുരത്ത് നിന്നും ശബരിമല സന്നിധാനം വരെയുള്ള 208 കിലോമീറ്റർ ദൂരം 1.5 ദിവസം കൊണ്ട് ഓടിയെത്തിയത് 2002 നെയ്യാറ്റിങ്കര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ നിന്ന് ഗുരുവായൂരിലേക്ക് 367 കിലോമീറ്റർ ദൂരം 2.5 ദിവസം കൊണ്ടും ഓടിയെത്തി. പാറശാല മുതൽ കാസർഗോഡ് വരെയുള്ള 660 കിലോമീറ്റർ ദൂരം 9 ദിവസം കൊണ്ട് ഓടിയെത്തിയ ബാഹുലേയൻ അതിലൂടെ സമാഹരിച്ച തുക അർബുദ രോഗികൾക്ക് ചികിത്സയ്ക്കായി നൽകി. ഈ ഓട്ടത്തിലൂടെ ലിംക ബുക്ക് ഓഫ് റെക്കോർഡിലും ബാഹുലേയൻ ഇടം പിടിച്ചു. 2014 ജൂലൈയിലാണ് സ്പോർട്സ് കൗൺസിലിന്റെ കീഴിലുള്ള കൊല്ലം ആശ്രമം മൈതാനത്തെ ഹോക്കി സ്റ്റേഡിയത്തിൽ ബാഹുലേയനെ താൽക്കാലിക ജീവനക്കാരനായി നിയമിക്കുന്നത്. 1 വർഷം മുൻപ് ശ്രീപാദം സ്റ്റേഡിയത്തിലേക്ക് മാറ്റി. ജോലി സ്ഥിരപ്പെടുത്തണമെന്നാവശ്യപ്പെട്ട് ബാഹുലേയൻ 2014 മുതൽ അപേക്ഷ നൽകുന്നു. 2015 ജൂലൈ 22 സ്പോർട്സ് കൗൺസിൽ സെക്രട്ടറി നൽകിയ മറുപടി കത്തിൽ താൽക്കാലിക സർവീസ് 10 വർഷം പൂർത്തിയാകുമ്പോൾ സ്ഥിര നിയമനത്തിന് പരിഗണിക്കാവുന്നതാണെന്ന് അറിയിച്ചിരുന്നു. എന്നാൽ കാലാവധി പൂർത്തിയായിട്ടും നടപടി ഉണ്ടായില്ല. 2014 സ്പോർട്സ് കൗൺസിലിൽ സ്ഥിരം ജോലിക്കായി ഓർഡർ ലഭിച്ചെങ്കിലും പ്രവേശന ഉത്തരവ് അയച്ചിരുന്നില്ലെന്ന് ബാഹുലേയൻ പറയുന്നു. കൊല്ലം ജില്ലയിലാണ് ജോലി കയറുന്നത്. ഇപ്പോൾ 10 വർഷം കഴിഞ്ഞിരിക്കുന്നു, സ്ഥിരപ്പെടുത്തിയിട്ടില്ല. 10 വർഷം ആകുമ്പോഴാണ് സ്ഥിരപ്പെടുത്തുന്നത്. അത് ഇതുവരെ സ്ഥിരപ്പെടുത്തില്ല. സംസ്ഥാന അമേച്ചർ മീറ്റിൽ 1500 2ാം സ്ഥാനം വന്നിട്ടുണ്ട്, 5000 മീറ്ററിൽ 1ാം സ്ഥാനം വന്നിട്ടുണ്ട്, 3000 സൗത്ത് സോൾ മീറ്റിൽ 1ാം സ്ഥാനം വന്നിട്ടുണ്ട്. അതുപോലെ പാറശാല മുതൽ കാസർഗോഡ് വരെ 660 കിലോമീറ്റർ 9 ദിവസം കൊണ്ട് ഓടി ലിംഗോ ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡിൽ വന്നിട്ടുണ്ട്. പാറശാല മുതൽ കാസർഗോഡ് വരെ ഓടി ക്യാൻസർ രോഗിക്ക് 5.5 ലക്ഷം രൂപ കൊടുത്തിട്ടുണ്ട്. അപ്പോഴിപ്പോൾ ശ്രീപാദം സ്റ്റേഡിയത്തിലാണ് ഞാൻ ജോലി ചെയ്യുന്നത്. 9 കൊല്ലം കഴിഞ്ഞ് അറ്റാക്ക് വന്നുകൊണ്ട് ഇങ്ങോട്ടേക്ക് തിരുവനന്തപുരത്തേക്ക് മാറ്റി ശ്രീപാദം സ്റ്റേഡിയത്തിൽ ചെയ്യുന്നു. അവിടെയാണ് ഇപ്പം സെക്യൂരിറ്റി ആയിട്ട് കഴിയണം. 9 കൊല്ലം കഴിഞ്ഞ് 10 കൊല്ലവും കഴിഞ്ഞിട്ട് 10 കൊല്ലം ആകുമ്പോൾ അടിസ്ഥാനത്തിൽ സ്ഥിരപ്പെടുത്തണമെന്നാണ് സർക്കാർ പറഞ്ഞിട്ടുള്ളത്. 10 കൊല്ലം കഴിഞ്ഞിരിക്കുന്നു, സ്ഥിരപ്പെടുത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. പിന്നീട് താൽക്കാലിക ജോലി ലഭിക്കുകയായിരുന്നു. ബാഹുലേയനെ പോലെ നിരവധി കായിക താരങ്ങൾ ഇത്തരത്തിൽ താൽക്കാലിക ജീവനക്കാരായി പല മേഖലയിൽ തുടരുന്നുണ്ട്. പല കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി സ്ഥിര നിയമനത്തിൽ നിന്നും ഒഴിവാക്കുകയാണെന്ന ആരോപണവും ശക്തമാണ്. കായിക താരം എന്ന നിലയിൽ ഒരു സ്ഥിര ജോലി ലഭിക്കാൻ ഇനി എത്ര ദൂരം ഓടണമെന്നറിയാതെ പകച്ചു നിൽക്കുകയാണ് ബാഹുലേയനെ പോലെ നിരവധി താരങ്ങൾ. ന്യൂസ് 18 നെയ്യാറ്റിങ്കര.